ഞാനത് എൻ ഷംസുദ്ദീൻ MLA പോകുന്നു. ശ്രീ ഷംസുദ്ദീൻ, ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ഇത് പൊള്ളയായ ബജറ്റ് എന്ന് പറഞ്ഞു. മുസ്ലിം ലീഗിൽ നിന്നും MK മുനീറിന്റെ പ്രതികരണം വന്നത് സാധാരണഗതിയിൽ ബജറ്റിലെ കള്ളങ്ങൾ അവസാന പേജുകളിലേക്ക് മാറ്റും, ആദ്യ പേജ് മുതൽ തന്നെ കളവാണല്ലോ എന്നാണ്. അങ്ങനെ കളവാണ് എങ്കിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കളവ് പറഞ്ഞിട്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ നന്നായി കൊടുക്കുന്നു എന്ന കളവ് പറയാമല്ലോ. അപ്പോൾ എന്ത് കളവാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, ഈ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപനം വായിച്ചു നോക്കിയാൽ അറിയാം, അന്ന് വായിച്ചതൊക്കെ ഇതുപോലെ കുറേ ജലരേഖകളാണ്, കുറേ പദ്ധതികൾ. ഇപ്പോൾ ഇവിടെ ഇതിൽ പ്രഖ്യാപിച്ചതുപോലെ ഓരോന്നിനു വേണ്ടി നീക്കി വെച്ചിട്ടുള്ള സംഖ്യ സംബന്ധിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റുകൾ പരിശോധിച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇപ്പൊ ഇവിടെ അനിൽകുമാർ ചോദിച്ചത് പ്രതിപക്ഷത്തിന് വിമർശിച്ചല്ലേ പറ്റൂ. അരുൺകുമാർ, അതെ, പ്രതിപക്ഷം വിമർശിക്കാൻ വേണ്ടി വിമർശിക്കല്ല. അരുൺകുമാർ ചോദിച്ചത് പ്രതിപക്ഷത്തിന് വിമർശിച്ചല്ലേ പറ്റൂന്ന്. അതിന്റെ തിരിച്ചുള്ള സംഗതി എന്താ വെച്ചാൽ അദ്ദേഹത്തിന് ഇതിനെ ന്യായീകരിച്ചല്ലേ പറ്റൂ. കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടതാണെന്നും കഴിഞ്ഞ 8 കൊല്ലം 9 കൊല്ലക്കാലം കൊണ്ട് ഇടതുപക്ഷം ഉണ്ടാക്കിയ ഈ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെയും ധൂർത്തിന്റെയും പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇവിടെ ഈ ബഡ്ജറ്റ് വന്നു. ഈ ബഡ്ജറ്റിന് എന്തൊരു പുതുമയാണുള്ളത്, എന്ത് പുതിയ പ്രഖ്യാപനങ്ങളാണുള്ളത്? എല്ലാ ബഡ്ജറ്റിലും ആ ബഡ്ജറ്റിനൊരു ഡോക്യുമെന്റ് ഉണ്ട്. ആ ഡോക്യുമെന്റിൽ ഓരോ വകുപ്പുകളും അതിന് ചെലവഴിക്കുന്ന സംഖ്യയും എല്ലാ തവണയും ഉണ്ടാവും. അത് ഇത്തവണയുണ്ട്. നിങ്ങൾ ചില മേഖലകളിൽ അതിന് ചില സംഖ്യ വർദ്ധിപ്പിച്ചു കൂട്ടി ചേർത്തിട്ടുണ്ട് എന്നല്ലാതെ ഒരു ബഡ്ജറ്റ് വന്നാൽ ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് എങ്ങനെയാണ് ഇതിൽ പറയാൻ സാധിക്കുക? അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ സ്കൂളിൽ ഉച്ചക്കഞ്ഞ് കൊടുക്കുന്നില്ല, ഈ ബഡ്ജറ്റ് അതിനെ അഡ്രസ് ചെയ്തിട്ടുണ്ടോ? എല്ലാ മേഖലയും അഡ്രസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ആളുകൾക്ക് ആശുപത്രിയിൽ ചികിത്സാ സഹായം കിട്ടുന്നില്ല. എല്ലാ സ്വകാര്യ ആശുപത്രിയും അത് നിഷേധിച്ചു. ഞങ്ങൾ 700 കോടി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ വാദം. കൊടുക്കാനുള്ളത് ആയിരക്കണക്കിന് കോടിയാണ്. കൊടുക്കാനുള്ള സംഖ്യ പോലും കൊടുത്തു തീർക്കാൻ ഈ പറഞ്ഞ പൈസ കൊണ്ട് ആവില്ല. അപ്പൊ യാഥാർത്ഥ്യ ബോധം ഉണ്ടാവണം. ഇവിടെ പിന്നെ പറഞ്ഞു പല കമ്മീഷനുകളുടെയും ശുപാർശ പ്രകാരമാണ് കോടതി വ്യവഹാരങ്ങളുടെ ഫീസ് വർദ്ധിപ്പിച്ചതെന്ന്. കമ്മീഷന്റെ ശുപാർശ അല്ലല്ലോ നോക്കേണ്ടത്. ഇതിന് പണം കൊടുക്കേണ്ടത് സാധാരണക്കാരനാണ്, ജനമാണ് പൈസ കൊടുക്കേണ്ടത്. ഇതിനു വേണ്ടി ഇപ്പൊ 150 കോടി രൂപ അധികമായിട്ട് സമാഹരിക്കാൻ മോഹൻകുമാർ കമ്മീഷന്റെ നിർദ്ദേശമുണ്ട് എന്നും പറഞ്ഞ് അത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തവണയും നിങ്ങൾ എവിടെയാ ടാക്സ് കൂട്ടിയത്? കുടുംബ കോടതികളിൽ. ആരാ കുടുംബ കോടതിയിൽ പോകുന്നത്? അരുൺകുമാർ വക്കീലാണല്ലോ. ഒരു കുടുംബ രംഗത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായ സഹോദരിമാരാണ് നീതി തേടി കുടുംബ കോടതി പോകുന്നത്. അതിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു. പിന്നെ ഭൂമിയുടെ ഒരു ഗവൺമെന്റ് ഈ രൂപത്തിൽ ഇന്നത്തെ കോടതി വ്യവഹാരങ്ങൾക്കുള്ള നികുതി, അതിനെയും പ്രതിപക്ഷം വിമർശിക്കാൻ പാടുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, എവിടെ നിന്നെങ്കിലും നികുതി വേണ്ടേ? അത് പിരിക്കണ്ടേ? ഭൂനികുതിയൊക്കെ 20 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ ഒരു നികുതി വരുന്നത്. ഭൂനികുതിയൊക്കെ എത്ര കാലം കഴിഞ്ഞിട്ടാണ്? അല്ല, ഭൂനികുതി സാധാരണക്കാരനെ ബാധിക്കുന്നതാണ്. എന്നാൽ ഈ കോർപ്പറേറ്റുകൾ നടത്തുന്ന ഒരുപാട് സംഗതി ഉണ്ടെന്ന്. നമ്മുടെ നാട്ടിലെ ബാറും അതുമായി ബന്ധപ്പെട്ട ഡിസ്റ്റിലറികളൊക്കെ അല്ലേ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ അവിടെയൊക്കെ പോയിട്ട് നികുതി എടുക്ക്. അതേമാതിരി വലിയ ടൂറിസം പദ്ധതിയുമായിട്ടും അതുപോലുള്ള സംഗതികളുമായിട്ടും ബാറുകൾക്ക് പുതിയ നികുതിയൊന്നും ചുമത്തിയിട്ടില്ലല്ലോ. പുതിയ നികുതിയൊന്നും ബാറുകളുടെ കാര്യത്തിൽ ചുമത്തിയിട്ടില്ല, മദ്യത്തിന്റെ കാര്യത്തിൽ ചുമത്തിയിട്ടില്ല. അവിടെയൊക്കെ അവരോടൊരു ഉദാര സമീപനം സ്വീകരിച്ചിട്ട് ഈ സാധാരണക്കാരനെ ഈ ഭൂനികുതി കൂട്ടി, രജിസ്ട്രേഷൻ കൂട്ടി, വാഹനത്തിന് ബസ് ചാർജ് കൂടും. അതുപോലെ തന്നെ നമ്മൾ വിളിച്ചു പോകുന്ന, ഹയർ ചെയ്ത് പോകുന്ന വാഹനങ്ങൾക്ക് ഇനി നികുതി കൂടും. അപ്പൊ അങ്ങനെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഞാൻ ഈ പറഞ്ഞില്ലേ, ആരോഗ്യരംഗത്ത്, കുട്ടികളുടെ ഉച്ചക്കഞ്ഞിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ പ്രഖ്യാപിക്കാത്ത ചില നികുതികൾ വരാൻ പോവാണ്. ഇപ്പൊ കിഫ്ബി ഇൻകം ജനറേഷനാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കിഫ്ബിയിൽ നിക്ഷേപിച്ച പണം വരുമാനദായകമാക്കി മാറ്റും. അതാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മന്ത്രിസഭ അംഗീകരിച്ചു. കിഫ്ബി വർക്കുകൾക്ക് യൂസർ ഫീ ഈടാക്കുന്നത്. എവിടെയാണ് അരുൺകുമാർ ഈ യൂസർ ഫീ ഈടാക്കുന്നത്? നമ്മുടെയൊക്കെ നാട്ടിലുള്ള സാധാരണ റോഡുകളിൽ. ഇപ്പൊ 50 കോടിയുടെ മേലെയുള്ള പ്രവൃത്തി എന്ന് പറയുന്നത്, ഇപ്പൊ സാധാരണ ഒരു 10-20 കിലോമീറ്റർ റോഡ് നവീകരിച്ചാൽ 50 കോടിയുടെ മുകളിൽ വരും. അപ്പോ ഒരു പ്രദേശത്ത്, ഒരു പട്ടണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ 2-3 റോഡുകൾ കാണും. കാരണം 9 കൊല്ലമായിട്ട് നിങ്ങൾ ഇവിടെ പറയുന്നത് എല്ലാ പ്രധാന പ്രവൃത്തികളും കിഫ്ബിയിലാണ്. ജനം ടോള് കൊടുത്ത് മടുക്കും.
ഒരുപാട് റോഡുകൾ ചില പ്രദേശങ്ങളിൽ ഈ കിഫ്ബിയിൽ ചെയ്തിട്ടുണ്ടാകും. അതിന് ടോൾ ഏർപ്പെടുത്താനുള്ള ഒരു സൂചന ഇതിലുണ്ട് ബഡ്ജറ്റിൽ. ഇതിന്റെ വിശദാംശം പറയേണ്ട കാര്യമില്ല. ഇൻകം ജനറേഷനായി കിഫ്ബിയെ മാറ്റും. ഈ കിഫ്ബിക്കുള്ള പണം തിരിച്ചടക്കുന്ന ആരാ? ജനം കൊടുക്കുന്ന നികുതിയാണ്. അതുപോലെ തന്നെ മോട്ടോർ വാഹന നികുതിയുടെ ഒരംശവും മറ്റ് ചില സെസ്സുകളുടെ ഒരംശവും അതുപോലെ തന്നെ നമ്മുടെ കോമൺ പൂളിൽ നിന്നെടുക്കുന്ന പണവുമാണ് 9.5% പലിശ ഇതിന് കൊടുത്തു തീർക്കുന്നത്. അതിന്റെ പുറമെയാണ് ഇത് ഉപയോഗിക്കുന്നവന് യൂസർ ഫീ കൊണ്ടുവരുമെന്ന് പറയുന്നത്. യൂസർ ഫീ എന്നുള്ള പ്രയോഗം തന്നെ എവിടെയാണ്? ഒരു അഡീഷണൽ ഫെസിലിറ്റി ആരെങ്കിലും ഉപയോഗപ്പെടുത്തുന്നതിന് വാങ്ങുന്നതാണ് യൂസർ ഫീ. ഇപ്പൊ എയർപോർട്ടിൽ ചില പ്രത്യേക സൗകര്യങ്ങളുള്ള ലോഞ്ചുകൾ ഉണ്ടാവും. അത് യൂസ് ചെയ്താൽ യൂസർ ഫീ കൊടുക്കണം. റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് ഒരു 6 വരി പാത, അതല്ലാത്ത റോഡ് വേറെ ഉണ്ടാവും. അപ്പൊ പൈസ ഇല്ലാത്തവന് എല്ലാത്ത റോഡിൽ പോവാം. മറ്റ് ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇത്ര രൂപ ഇത് കൊടുക്കണം എന്ന് പറയാം. ഒരു ഓപ്ഷൻ ഉണ്ട്. നേരെ മറിച്ച് ഇത് ഗ്രാമീണ മേഖലയിലൂടെ പോകുന്ന എല്ലാവർക്കും പോകാനുള്ള റോഡും പാലവുമാണ് ഈ നിങ്ങൾ കിഫ്ബി ഉപയോഗിച്ച് ഉണ്ടാക്കിയത്. അതിന് നിങ്ങൾ പറഞ്ഞ കാരണം എന്താ? വികസന പ്രവർത്തനങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കില്ല, പലിശ കൊടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല, കടമെടുത്ത് വികസന പ്രവർത്തനം നടത്തുന്ന തോമസ് ഐസക് പറഞ്ഞത്. ആ വികസന പ്രവർത്തനം നടത്തിയ ജനം തന്നെയാണ് അത് വീടുന്നത്. അതിന്റെ പലിശ കൊടുക്കുന്നത് 402 കോടി കൊണ്ട് എവിടെ എത്താൻ പോകുന്നില്ല. ഇപ്പൊ നാട്ടിലെ മാഷന്മാരൊക്കെ പറയുന്നത് ഞങ്ങൾ HM ആകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും എഴുതി കൊടുക്കാം. അതിന് കൊടുക്കാനുള്ള കുടിശ്ശിക 700 കോടിയിൽ പരം കുടിശ്ശിക ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ വർഷത്തേക്കുള്ള പുതിയത് വെക്കുകയും വേണ്ടേ? കുടിശ്ശിക കൊടുത്താലല്ലേ പുതിയ സാധനങ്ങൾ സപ്ലൈ ചെയ്യുള്ളൂ. ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യാത്തതാണ് പലരുടെയും പ്രശ്നം. അതുപോലെ തന്നെ അതിന് ഇറക്കിയ സർക്കുലർ എന്താ? സ്കൂൾ തല കമ്മിറ്റി കൂടിയിട്ട് പിരിവെടുക്കണം എന്നാ പറഞ്ഞത്. പിരിവെടുത്തിട്ട് സ്കൂളിൽ വെച്ചിട്ട് കഞ്ഞി കൊടുക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കൊടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കാസ്പിന്റെ കാര്യം, ആരോഗ്യ സുരക്ഷാ പദ്ധതി നിലച്ചു. കാർഡ് പ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പ്രകാരമുള്ള ചികിത്സ ആരോഗ്യ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ നീക്കിയിരിപ്പ് കേട്ടോ. ഇതിൽ എന്ത് പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്? ആരോഗ്യ മേഖലയിലേക്കാണ് ഏറ്റവും കൂടുതൽ നീക്കിയിരിപ്പ്. അല്ല, എന്നിട്ട് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താണ്? പണം അങ്ങോട്ട് മരുന്നില്ലാത്ത ആശുപത്രികളാണ്, ഡോക്ടർമാരില്ല, മറ്റ് സൗകര്യങ്ങളില്ല. അല്ല കഴിഞ്ഞ ഇത് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇന്നു മുതൽ തുടങ്ങലല്ലോ, ഇതൊരു പ്രോസസ്സിന്റെ തുടർച്ചയാണ്. അപ്പോൾ ഒരു ബഡ്ജറ്റ് വരുമ്പോൾ ചില പുതിയ ഉണർവുകൾ സമൂഹത്തിൽ ഉണ്ടാവണം. ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ടെങ്കിൽ ഒരു സാമ്പത്തിക പാക്കേജ് വേണം. ഇവിടെ ജീവനക്കാർക്ക് കൊടുത്തു എന്ന് പറയുന്നത് എന്താണ്? അവരുടെ PF ലയിപ്പിക്കുകയാണ്. നാളെ തന്നെ കൊടുക്കില്ല. അവർക്ക് കിട്ടേണ്ട പണം PF ലയിപ്പിക്കുകയാണ്. പിന്നീട് അപേക്ഷകൾക്കനുസരിച്ച് അത് പിന്നീട് റിലീസ് ചെയ്താൽ മതി. അതുപോലെ ഒരു ഗഡു മാത്രമാണ് ഇപ്പോൾ പണമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ മേഖലയിലും ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ബഡ്ജറ്റ് വന്നാൽ ഏതെങ്കിലും ഒരു മേഖലയിൽ അതിന്റെ ഉണർവ് പ്രകടമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബഡ്ജറ്റ് വന്നപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ അതൊരു ബഡ്ജറ്റിലെ പ്രഖ്യാപനമായിരുന്നു. MLA-മാർക്ക് ആസ്തി വികസന ഫണ്ട് ഇപ്പോഴും ഉണ്ടത്, പക്ഷെ അന്ന് പ്രഖ്യാപിച്ചതാണ്. ഇപ്പോൾ 10-12 കൊല്ലമായിട്ട് അതിലൊന്നൊരു വർധനവ് പോലും വരുത്തിയിട്ടില്ല. ശരി, ധനമന്ത്രി ഏതായാലും പറഞ്ഞത് നമ്മൾ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നു, കടം കുറയുന്നു എന്ന് പറഞ്ഞാൽ വല്ലാതെ അങ്ങ് അഭിവൃദ്ധിപ്പെട്ടു എന്ന അർത്ഥമില്ല എന്നുകൂടി ധനമന്ത്രി പറയുന്നുണ്ട്. സ്മൃതി ഈ നമ്മൾ ഈ 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ കടം 1.5 ലക്ഷം കോടിയാണ്. ഇപ്പൊ 4.75 കോടിയാണ്. 4.75 ലക്ഷം കോടി. അതായത് നമ്മൾ 5 ലക്ഷം കോടി കടത്തിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ എവിടെയാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത്? പിന്നെ ഇവര് കേന്ദ്രത്തെ ന്യായീകരിക്കേണ്ട പ്രശ്നം ഞങ്ങൾക്ക് ആർക്കും ഇല്ല. ഇപ്പോ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന്റെ കൂടെ ഞങ്ങൾ എപ്പോഴും നിന്നിട്ടുണ്ട്. അത് ഈ ബഡ്ജറ്റിലും പറഞ്ഞു. 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിൽ വന്നു. ഞങ്ങളുടെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞാനാ പോയത്. ഞങ്ങൾ പറഞ്ഞ എന്താ? കേന്ദ്രം സമാഹരിക്കുന്ന നികുതിയിൽ നിന്ന് 50% സംസ്ഥാനങ്ങൾ കൊടുക്കണം. പക്ഷെ ഇവിടെ ഇത് ഇടതുപക്ഷ ഗവൺമെന്റ് കൈകാര്യം ചെയ്തതിന്റെ പൊള്ളത്തരങ്ങളാണ് ഞങ്ങൾ പറയുന്നത്. സംസ്ഥാനങ്ങൾ ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. സമാഹരിക്കുന്ന നികുതിയുടെ 30% താഴെയാണ് കഴിഞ്ഞ തവണ കൊടുത്തത്. ശരി, അത് പോരാ, 41 കൊടുക്കണമെന്ന് നിർദ്ദേശമുണ്ട് ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ. ഞങ്ങളിപ്പോൾ പറയുന്നത് 50 കൊടുക്കണം. അതുപോലെ തന്നെ സെസ്സും സർചാർജും
കേന്ദ്രം സ്വീകരിക്കുന്നത് കേരളത്തിന് കൊടുക്കുന്നില്ല, ഒരു സ്റ്റേറ്റിനും കൊടുക്കുന്നില്ല. അത് കൊടുക്കാതിരിക്കരുത്, അതിന്റെ വിഹിതം കൂടി കൊടുക്കണം എന്ന് സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്നവരാണ് ഞങ്ങൾ. 16ാം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ ഈ സംസ്ഥാനത്തെ എല്ലാ പാർട്ടികളും അങ്ങനെ വാദിച്ചു, പ്രതിപക്ഷ പാർട്ടികൾ വാദിച്ചു എന്ന് ഇന്നത്തെ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.